വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ നസീറിനെ ഇല്ലാതാക്കിയ കുറ്റത്തിനാണെങ്കിൽ ഗോപാലകൃഷ്ണനെയും ശാരദാമ്മയും ചന്ദ്രബോസ് വന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് തന്നെ വിഷ്ണുവും ശാലിനിയും അവിടെ എത്തുന്നുണ്ട്. അന്നേരം അമ്മയുടെ അച്ഛൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ആകെ വിഷമിച്ച് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം വന്നിരിക്കുന്ന പ്രൊമോയിലാണെങ്കിൽ ഇവരെ ജീപ്പിലേക്ക് കയറ്റാനായിട്ട് പോകുമ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രബോസ് ആണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും കയ്യിലെ വിലങ്ങിങ്ങനെ അഴിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ചന്ദ്രബോസിന് സാധിക്കുന്നില്ല. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, സാറിൻ്റെ ഈ ഉരുക്ക് വളയ്ക്ക് അല്പനേരത്തെ ആയുസേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ശാലിനി അവിടെ ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്ത് കാണണം, അല്ലെങ്കിൽ ആ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ അത് നസീറിൻ്റേതല്ല എന്നിങ്ങനെ തെളിഞ്ഞു കാണണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടെ അറസ്റ്റ് നടക്കാത്തത്. അതിനുശേഷം ശാലിനി ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സുബൈദയാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം ആകെ സങ്കടത്തിലാണ്. എന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൻ പോയിരിക്കുന്നത്, നസീർ ഇപ്പോൾ പോയിരിക്കുന്നത് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കാണോ പോയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നേ കാണിക്കുന്നുള്ളൂ. ആ ഒരു സിനിമാ മോഡൽ തന്നെയാണ് ഇപ്പോൾ ആ സ്റ്റോറി ലൈനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അത് അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ നസീറിൻ്റെ തിരോധാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുമില്ല എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷെ നമ്മൾ ആ ഒരു സീൻ കണ്ട ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണിക്കുന്നുമില്ല. അതിന് വഴിയെ തെളിയുമായിരിക്കും. അന്നേരം ശാരദാമ്മ ഇങ്ങനെ സുബൈദയുടെ ചോദ്യത്തിന് ഉത്തരവില്ലാതെ നിൽക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. വീടിൻ്റെ കുട്ടിയുടെയൊക്കെ വെച്ചിട്ട് ജോത്സ്യനെയൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട്. അന്നേരം എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഭാമയാണെങ്കിൽ തൻ്റെ ആ വീട്ടിലേക്ക് വരികയാണ്. പഴയ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഗേറ്റൊക്കെ തള്ളി തുറന്നിങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അന്നേരം അവിടെ ശ്യാമയും രോഹിത്തും ഉണ്ട്. തുടർന്ന് അവരോട് പറയുന്നുണ്ട്, ആകെ സന്തോഷത്തിലാണ് സത്യഭാമ വന്നിരിക്കുന്നത്. വിഷ്ണുവിനും ശാലിനിക്കും നമുക്ക് വിഷ്ണുവിൻ്റെ ആ പഴയ റൂം തന്നെ കൊടുക്കാം, വിഷ്ണുവും ശാലിനിയും അവിടെ കഴിഞ്ഞോട്ടെ, അവർ ആ മുറി എടുത്തോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയും രോഹിത്തും ഇങ്ങനെ ആകെ സന്തോഷത്തേക്കാണ്. സത്യഭാമ ആകെ സന്തോഷത്തിൽ തന്നെയാണ്. രോഹിത്തിനോട് ദേഷ്യമോ ഒന്നുമില്ല. തിരിച്ചവരെ ആ വീട്ടിലേക്ക് താമസം മാറാൻ തന്നെയാണ് ഉദ്ദേശം. അന്നേരം ഇതാണെങ്കിൽ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണുവിനും ആകെ സന്തോഷമായി നിൽക്കുന്നുണ്ട്. ഈ 2-3 സീനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തടുത്ത എപ്പിസോഡുകളിൽ സത്യഭാമയും വിഷ്ണുവും ശാലിനിയും രോഹിത്തും ശ്യാമയും രാഘവൻ നായരും എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ പപ്പിയുടെയും സത്യയുടെയും കാര്യത്തിലാണ് ചെറിയൊരു ഇത് വരുന്നത്. സത്യയോടാണെങ്കിൽ സത്യഭാമ കൂടുതൽ സ്നേഹം കാണിക്കും, തൻ്റെ മകൻ്റെ മകളാണ് എന്നുള്ള രീതിക്ക്. പക്ഷേ മറ്റേത് രോഹിത്തിൻ്റെയും ശ്യാമയുടെയും മകളാണ് എന്നാണല്ലോ സത്യഭാമ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ആ കുട്ടിക്ക് ചെറിയൊരു വിഷമവും ഇതൊക്കെ ഉണ്ടാകും. പിന്നീട് അപ്പോൾ പപ്പിയുടെ കാര്യവും പുറത്ത് പറയേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയാണ് വരുന്നത്. അങ്ങനെയുള്ള സീനൊക്കെയാണ് വരുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. എന്തായാലും നല്ല നല്ല എപ്പിസോഡുകളാണ്. ഭാമയുടെ ആ ദേഷ്യവും അഹങ്കാരവും ഒക്കെ മാറിയിട്ട് നല്ല ഒരു മുത്തശ്ശിയായിട്ടുള്ളൊരു സീനുകളാണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.